എന്ന് വെച്ചാ വസുമതി മരിച്ചു പോയാ ഈ വീട്ടിലുള്ളവർക്കെല്ലാം അത്രയ്ക്ക് സന്തോഷമാണെന്നാണോ? നീ അല്ലേടെ എന്നോട് അവളെ കൊന്നു കളയാൻ പറഞ്ഞു. പക്ഷെ ഞാൻ പ്ലാൻ ചെയ്തത് വേറൊരു രീതിയിലാ. ഞാൻ ആ വസുമതിയോടൊപ്പം വൈദേഹി അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെയും ഒരുമിച്ച് പരലോകത്തയക്കാനാ നോക്കി. അതിന് ആ റാഗി കഞ്ഞിക്കകത്ത് വിഷത്തിന്റെ വിത്ത് അരച്ചു ചേർത്തെ. അതവള് കുടിച്ചിരുന്നെങ്കിൽ വൈദേഹിയുടെ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെയും വസുമതിയുടെ എല്ലാവരുടെയും കഥ കഴിഞ്ഞേനെ. എന്ത്? അത്രയ്ക്ക് വിഷമുള്ള വിത്തൊക്കെ ഉണ്ടോ? ഒരാളുടെ ജീവൻ എടുക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാ അതിനു പറ്റിയ സകല വഴികളും നമ്മൾ നോക്കണം. അങ്ങനെ കിട്ടിയതാ ഇതും. വസുമതിയുടെ കൈകൊണ്ട് അത് കുടിപ്പിച്ച വൈദേഹിക്ക് സംശയം ഉണ്ടാവില്ല. എല്ലാ കുറ്റവും വസുമതിയുടെ തലയിൽ വീഴുകയും ചെയ്യും. എല്ലാം കൊളാക്കിയിട്ട് വന്നേക്കുന്നു. അയ്യോ, കഷ്ടമായി പോയല്ലോ അമ്മേ. ഇതെന്നോട് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? അതിന് നീ എന്റെ നേരെ ഒന്ന് നോക്കിയിട്ട് വേണ്ട. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ? പടിക്കെട്ടി നിന്നുകൊണ്ട് എത്തി നോക്കുന്നതല്ലാണ്ട് ഇട വൈദേഹിയെ കൊല്ലാൻ പോവാ, അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞും തീരാൻ പോവാ എന്ന് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവിടെ നിന്ന് അനങ്ങില്ലായിരുന്നല്ലോ. അല്ല, നീ എന്തിനാ അത് വസുമതിയുടെ കയ്യിൽ നിന്ന് തട്ടിയേ? നീ പുറത്തേക്ക് പോകുമ്പോ അവളെ കൊന്നു കളഞ്ഞേക്ക്, തിരിച്ചു വരുമ്പോ അവളുടെ ശവം പോലും കാണാൻ പാടില്ലെന്നൊക്കെയല്ലേ പറഞ്ഞത്? അവൾ ആ ഗ്ലാസ് കൊണ്ട് മറ്റവളെ ഏൽപ്പിക്കാൻ പോയതും നിനക്ക് അവള് നിന്റെ ഭാര്യയാണെന്ന് ഓർമ്മ വന്നല്ലേ? വസുമതിയെ കൊന്നു കുഴിച്ചു മൂടാൻ പറഞ്ഞിട്ട് അവൾ എപ്പോഴാണ് നിന്റെ ഭാര്യയായത്? അതല്ല അമ്മേ, വസുമതി ഒന്നും പറയണ്ട അമ്മ, അവളെ വിട്ടേക്ക്. എന്തൊക്കെയാണെങ്കിലും അവൾ എന്റെ ഭാര്യയല്ലേ അമ്മേ. എന്താ പറഞ്ഞേ? അമ്മേ, എന്താ പറഞ്ഞെന്ന്? ആ ദരിദ്രവാസി നിന്റെ ഭാര്യയാണെന്നോ? കുറച്ചു നേരം മുമ്പ് വരെ അവളുടെ പേര് പോലും കേൾക്കാൻ ഇഷ്ടമില്ലാത്തവനായിരുന്നു. എപ്പോഴേ ഇത്രയും പ്രേമം അവളോട് തോന്നി തുടങ്ങി? ഭാര്യയാണ് കോരയാണ് പോലും. ഇപ്പൊ ഞാൻ ദേ പുറത്തായി. അതുകൊണ്ടല്ല അമ്മേ, അമ്മയ്ക്ക് കാര്യം അറിയാഞ്ഞിട്ടാ. പയ്യെല്ലാം മനസ്സിലായിക്കോളും. ഇനി എന്ത് മനസ്സിലാക്കാനാടാ? അവളെന്നെ അമ്മയെന്ന് വിളിക്കുന്ന കേട്ടാ എനിക്ക് അപ്പ ചൊറിഞ്ഞു വരും. ആ പിശാചിനെ ഒരു വഴി ആക്കാന്ന് കരുതിയപ്പോ അവളെ മരുമകളാക്കാൻ നീ എന്നെ ഉപദേശിക്കുന്നു. അയ്യോ എന്റെ അമ്മേ, എന്റെ ഭാര്യയല്ലേ അവള്. അപ്പൊ അവൾ അമ്മയുടെ മരുമോള് തന്നെയല്ലേ? എടാ എടാ, നിന്റെ ദേഹത്ത് പിശാച് കൂടിയതാ, അല്ലെങ്കിൽ അവള് കൂടോത്ര ചെയ്തതാവും. അമ്മേ അമ്മേ, നിന്നെ ഞാൻ എന്താണ് പറഞ്ഞേ? അമ്മ നിർത്ത്, അമ്മ തല്ലാതിരിക്കാൻ. മതി, നിർത്ത്. അമ്മ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. വസു എന്റെ ഭാര്യയാണ്, അമ്മയുടെ മരുമോളാണ്. അതിലൊരു മാറ്റവുമില്ല. വസുന്നോ? ആ, അത് ശരി. വസുമതി ഇപ്പൊ വസു ആയല്ലേടാ. അവള് കൊള്ളാലോ, ഒടുക്കത്തെ കൂടോത്രാണല്ലേ ചെയ്തേക്കുന്നെ. കഴിഞ്ഞ ദിവസം ഊർമിള മലക്കം മറിഞ്ഞു, ഇപ്പൊ നീ അവരുടെ ആളായോ? അപ്പൊ വൈദേഹി തന്നെയാണ് ഈ കൂടോത്രത്തിന് പുറയിലല്ലേ? ഒരു കൂടോത്രവും ഇല്ല അമ്മേ. ഞാൻ നല്ലോണം ആലോചിച്ച് നോക്കി, അപ്പോഴല്ലേ എല്ലാം മനസ്സിലായേ. എന്തു കുന്തോടാ മനസ്സിലായേ? ഞാനല്ലേ വസുമതിയെ ദ്രോഹിച്ചത്. അവൾക്ക് ഇന്നും എന്നോട് ഇഷ്ടം മാത്രമേ ഉള്ളൂ. പാവം, നാട്ടുകാരെന്നെ തൂക്കിക്കൊല്ലാൻ വിധിച്ചപ്പോഴും കൊല്ലണ്ട കെട്ടിക്കൊള്ളാന്ന് പറഞ്ഞ് അവളല്ലേ എന്റെ ജീവൻ രക്ഷിച്ചത്. എന്തൊക്കെ പറഞ്ഞാലും വസു ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മേ. പക്ഷെ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാൻ കാരണക്കാര് വേറെ ഉണ്ടല്ലോ, അവരെയാണ് വകവരുത്തണ്ടേ. അതൊക്കെ ശരിയാടാ, പക്ഷേ ഒരു പക്ഷയും കുക്ഷയൊന്നുമില്ല. ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താ മതി. വസു അമ്മയുടെ മരുമോളാ, അതുകൊണ്ട് ഇനി വസുവിനെ ഒന്നും പറയരുത്. ഓ, എനിക്ക് വയ്യടാ ഇതൊക്കെ കാണാനും കേൾക്കാനും. ഞാൻ എന്തിനാ ജീവിക്കുന്നേ? അമ്മേ, അമ്മ കണ്ണും ചെവിയും പൊത്തിപ്പിടിച്ചാലും എന്റെ കൂടെ ജീവിക്കേണ്ടത് വസുമതി ആയതുകൊണ്ട് അമ്മ ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. സത്യാവസ്ഥകളൊക്കെ പിന്നീട് മനസ്സിലായിക്കോളൂന്ന്. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു എന്റെ വസു. അങ്ങനെ ഒരു ശാപമല്ലേ വാങ്ങിച്ചു വച്ചിരിക്കുന്നേ. ചെറിയൊരു ആശ്വാസം പോലും ലഭിക്കാത്ത വിധം ശ്വസനം വളരെ കഠിനമാകും. അനുക്ഷണ ഉപദ്രവങ്ങളുടെ കരിമ്പൂതങ്ങൾ ചുറ്റും കൂടും. ആ ശാപം ഏതു രൂപത്തിൽ ആരെയൊക്കെ കൊണ്ടുപോകുമെന്നത് മഹാദേവന് മാത്രം അറിയാം. അടുത്ത മാസം വരുന്ന ശിവരാത്രിക്ക് മുൻപ് നിലമാളികയിൽ നിന്നും കാണാതായ ആദ്യ ദമ്പതിമാരുടെ ആഭരണങ്ങൾ കൊണ്ടുവന്ന് അലങ്കാരം നടത്തിയില്ലെങ്കിൽ സാക്ഷാൽ മഹാദേവനും നിങ്ങളെ രക്ഷിക്കാനാവില്ല. ഏത് നേരത്ത് എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ ഓരോ ക്ഷണവും ജീവനും കൈപ്പിടി
ചെറിയൊരു ശബ്ദം കേട്ടാ പോലും ഹൃദയം നിന്ന് പോവാൻ പോണ പോലെ. അപകടം ഏത് രീതിയിൽ എവിടുന്നാ വരുന്നെന്ന് അറിയില്ലെന്നല്ലേ ഗുരുക്കള് പറഞ്ഞേ. ശാപവിമോചനത്തിന് വേണ്ടി വഴിപാട് നടത്താൻ ഇനി ഒരു അമ്പലം പോലും ഇല്ലല്ലോ. എന്നിട്ട് എന്താ ദൈവത്തിന് അലിവ് തോന്നാത്ത? എന്ത് ചെയ്യാനമ്മ? ഇങ്ങനെ ഓരോരുത്തരെ ഏറ്റെടുക്കുന്നതിനേക്കാൾ നമ്മൾ എല്ലാവരെയും ഒറ്റയടിക്ക് അങ്ങ് എടുത്താൽ ഇങ്ങനെ പെടയേണ്ടി വരില്ലായിരുന്നു. അങ്ങനെ പറയില്ലേ കൗസല്യേ. എല്ലാരും ജീവനോടെ ഉണ്ടാകണം. ഈ വംശം കാലാകാലം നിലനിൽക്കണം. ആ ശാപം ഒരു ജീവൻ മാത്രമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന് എന്റെ ജീവൻ പണയം വെക്കാൻ ഞാൻ തയ്യാറാ. അമ്മേ, എന്തീ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർ അവരുടെ ജീവൻ കൊടുക്കാൻ തയ്യാറാവൂല അമ്മേ. പക്ഷെ ആർക്കൊന്നും പറ്റാൻ പാടില്ല. ഇതിനൊന്ന് പുറത്തു കിടക്കാനുള്ള വഴി എന്താണെന്ന് നോക്കണം. അജയ, ടിക്കറ്റ് കൺഫേം ആണല്ലോ അല്ലേ? ആ അതൊക്കെ എപ്പോഴേ കൺഫേമാ. രണ്ടാളും കൂടി എങ്ങോട്ടാ മോനെ? ഊർമിളയ്ക്ക് ഒരു സിനിമ കാണാൻ മോഹം. അതാ ഒന്ന് പോയിട്ട് വരാന്ന് കരുതി. അയ്യോ വേണ്ട, സിനിമയ്ക്കൊന്നും പോണ്ട. പോണ്ട മക്കളെ, ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങണ്ട. ഞാൻ സമ്മതിക്കില്ല. ഇന്ദുവമ്മേ, ഇന്ദുവമ്മേ, എന്തിനാ ഇന്ദുവമ്മ ഇങ്ങനെ പേടിക്കുന്നേ? ഇവിടെ എന്ത് സംഭവിച്ചിട്ടാ? ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. എപ്പോഴാ എന്താ സംഭവിക്കുന്നു പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാ ഇനി കുറച്ച് ദിവസത്തേക്ക് ആരും എങ്ങോട്ടും പോണ്ട മക്കളെ. നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് തടസ്സം നിൽക്കുമെന്ന് കരുതല്ലേ. എന്ത് നടന്നാലും ഈ വീട്ടിലെല്ലാരും ഒന്നിച്ചു തന്നെ ഉണ്ടാവണം. അമ്മ പറയുന്നതിലും കാര്യമുണ്ട് മോനെ. ഇതുവരെ ഉണ്ടായ അനിഷ്ടങ്ങൾ പോരെ, ഇനി എന്തെങ്കിലും ഉണ്ടായാ സഹിക്കാനുള്ള ശക്തിയില്ല. ആപത്തും ശാപവും ഒന്നും പുറത്തുനിന്ന് വരുന്നതല്ലമ്മേ. എല്ലാം നമ്മുടെ കൂടെ തന്നെയുണ്ട്. വരുണും ചെറിയമ്മയും തന്നെയാ അത്. വരുണിന്റെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. പുറത്തൊന്നൊരാപത്തും ഇങ്ങോട്ട് വരില്ല. അല്ല മോളെ, എനിക്ക് എന്തൊക്കെയോ പേടിയാ. ഒന്നുമില്ല ഇന്ദുവമ്മേ. ദൈവം ഒരിക്കലും ജീവൻ ബലിയായിട്ട് ചോദിക്കില്ല. ഈ ശാപത്തിന്റെ പേരിൽ ഇവരങ്ങനെ വല്ലതും ചെയ്താലേ ഉള്ളൂ. അല്ലാണ്ട് ഒരു അപകടവും നമുക്കുണ്ടാവില്ല. ഇന്ദുവമ്മ പേടിക്കണ്ട. ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് പോരാം. ഊർമിളെ, വാ പോവാം. അയ്യോ വേണ്ടടാ അജയ. ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് വരാം എന്തുവമ്മേ. ഞാൻ എവിടെയുണ്ടെങ്കിലും എന്നെ വിടില്ല അല്ലേ? കരഞ്ഞു നിലവിളിച്ച് എന്നെ എന്തിനാ ശല്യപ്പെടുത്തുന്നേ? നിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിന്നെ എന്റെ കൈ കൊണ്ട് തന്ന ദേവേട്ടനെ പറഞ്ഞാ മതിയല്ലോ. ദേ നോക്ക്, ഇങ്ങനെ നിലവിളിക്കാനാണ് ഭാവമെങ്കിലേ നിന്നെ ഞാൻ തിരിച്ച് ദേവേട്ടന്റെ കയ്യിലങ്ങ് കൊടുക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. എന്റെ കുഞ്ഞുവാവ ഉണർന്നിരുന്നെങ്കിൽ ഇപ്പൊ എന്താ സംഭവിക്കാന്ന് അവള് പറഞ്ഞേനെ. നീയാണെങ്കി ഇവിടെ ഇരുന്ന് ഏത് നേരം അമ്മയെന്ന് പറഞ്ഞ് കരഞ്ഞു നിലവിളിച്ച് കുഞ്ഞുവാവയുടെ കുറവ് തീർക്കാൻ നോക്കുകയാണല്ലേ. എന്നാ പിന്നെ എന്റെ കുഞ്ഞുവാവ പറയുന്നത് പോലെ നിനക്ക് എന്തെങ്കിലും എന്നോട് പറഞ്ഞൂടെ? എന്താ നീ മിണ്ടാത്തെ? എന്റെ കുഞ്ഞുവാവ എന്തെങ്കിലും ആപത്ത് വരുന്നുണ്ടെങ്കിൽ നേരത്തെ കൂട്ടി ഞങ്ങളോടത് പറയുമല്ലോ. അതുപോലെ പറയാൻ പറ്റുമോ? എന്റെ കുഞ്ഞുവാവയ്ക്ക് രാത്രി നിലാവുദിച്ചാൽ മാത്രമേ എന്നോട് മിണ്ടാൻ കഴിയൂ. പകല് നിനക്ക് എന്നോട് സംസാരിച്ചൂടെ? അമ്മേ, എന്ത്? ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞപ്പോഴേക്കും നീ എന്നോട് സംസാരിക്കുന്നോ? നിനക്കതിന് പറ്റില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ? എന്നാലും 1 മണിക്കൂർ ആയില്ലല്ലോ നീ എന്നെ അമ്മയെന്ന് വിളിച്ചിട്ട്. എന്ത് പറ്റുവാവേ? എന്തിനാ ഇടയ്ക്കിടയ്ക്ക് അമ്മയെന്ന് വിളിക്കുന്നേ? ഞാനാ അമ്മ, അമ്മയുടെ കുഞ്ഞുവാവ, പാവയല്ല. കുഞ്ഞുവാവേ, നീയോ? നീ എങ്ങനെയാ മോളെ ഈ സമയത്ത്? പറ. അതൊക്കെ പിന്നെ പറയാം അമ്മേ. ഒരാപത്ത് വന്നോണ്ടിരിക്കുന്നുണ്ട്. അതെന്താന്ന് നോക്ക്. ആപത്തോ? എന്താപത്താ കുഞ്ഞുവാവേ? ആർക്കാ ആപത്ത്? അച്ഛനാ അമ്മേ, അപകടം വന്നോണ്ടിരിക്കുക, രക്ഷിക്കമ്മേ. അപകടം? എന്ത് അപകടമായിരിക്കും? ദേവേട്ടാ, ദേവേട്ടാ, ദേവേട്ടാ. ശരി, ആയിക്കോട്ടെ, ഞാൻ പിന്നെ വിളിക്കാം. ദേവേട്ടാ, എന്തു പറ്റി വൈദേഹി? എന്തിനാ നീ പേടിക്കുന്നേ? അപകടം ദേവേട്ടാ, അപകടം വരുന്നുണ്ടെന്നാ പറയുന്നത്. അപകടോ? എന്ത് അപകടം? ആർക്കാണ് വൈദേഹി? ആപത്ത് ദേവേട്ടന് തന്നെയാ. എന്റെ കുഞ്ഞുമാവ് എന്നോട് പറഞ്ഞതാ. ഈ നേരത്തെ അവൾ എന്നോട് പറയണമെങ്കിൽ എന്തോ വലിയ കാര്യം ഉണ്ടായിരിക്കും. വൈദേഹി, നീ വെറുതെ പേടിക്കുന്നതാ.
ഞാൻ ഇവിടെ നിന്റെ കൺമുമ്പിൽ തന്നെ ഉണ്ടല്ലോ വൈദേഹി. പിന്നെ എവിടെ നിന്ന് എന്താ ആപത്ത് വരാനാ? അറിയില്ല ദേവേട്ട, എവിടെ നിന്ന് എങ്ങനെ ആപത്ത് വരാന്ന് അറിയില്ലെന്നല്ലേ ഗുരുക്കളും പറഞ്ഞത്. ഇപ്പതേ കുഞ്ഞുവാവ അച്ഛൻ ആപത്തുണ്ടെന്നാ പറഞ്ഞ്. ഇപ്പോഴല്ലേ നാട്ടിൽ വെച്ച് ഒരാപത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ട് വന്നത് ദേവേട്ട. അപ്പതേ വീണ്ടും ഒരാപത്ത് വരുന്നു. ആ മഹാദേവൻ എന്തിനാ എന്റെ ജീവിതത്തിൽ മാത്രം ഇത്രയേറെ പരീക്ഷണങ്ങൾ നടത്തുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ദേവേട്ട. എനിക്ക് പേടിയാവുന്നു ദേവേട്ട. ദേവേട്ടനകത്തേക്ക് വാ, എന്റെ കൂടെ തന്നെ ഉണ്ടാവണം. ഒരു നിമിഷം പോലും എവിടേക്കും പോകരുത്. വന്നു ദേവേട്ട. വൈദേഹി, ഞാൻ പറയുന്നത് കേൾക്ക്. അവിടെ ഇരിക്കു ദേവേട്ട. ഇവിടുന്ന് എങ്ങോട്ടും അനങ്ങി പോരുതെന്നാ പറഞ്ഞ. ആയിക്കോട്ടെ വൈദേഹി, നിന്നെ വിട്ട് എങ്ങോട്ടും പോകുന്നില്ല. ആദ്യം ഈ പേടിയൊന്ന് അവസാനിപ്പിക്കും. ഇങ്ങനെ വെറുതെ പേടിച്ച് കുഞ്ഞാവനെ പേടിപ്പിക്കല്ലേ. കുഞ്ഞുവാവയ്ക്കൊന്നും സംഭവിക്കില്ല ദേവേട്ട. അവളല്ലേ ഇതെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നേ. കുഞ്ഞുവാവേ, കുഞ്ഞുവാവേ, അച്ഛനെ ഞാൻ വിളിച്ചോണ്ട് വന്നിട്ടുണ്ട്. നോക്ക്, അച്ഛനെന്റെ അടുത്ത് തന്നെയുണ്ട്. ഇനി പറ മോളെ, എന്താപത്താ വരാൻ പോകുന്നത്? ഏത് രൂപത്തിലാ അത് വരുന്നത്? പറ കുഞ്ഞുവാവേ. കുഞ്ഞുവാവേ, പറ കുഞ്ഞുവാവേ, എന്താപത്താ വരാൻ പോകുന്നേ? ഇപ്പൊ എന്നോട് സംസാരിച്ചിരുന്നു ദേവേട്ട. എന്തോ ഇപ്പൊ എന്നോട് മിണ്ടുന്നില്ല. എന്തെങ്കിലും പറ മോളെ. വൈദേഹി, നമ്മുടെ കുഞ്ഞാവയ്ക്ക് രാത്രി നിലാവധിക്കുമ്പോ മാത്രമല്ലേ ശരിക്കും സംസാരിക്കാൻ സാധിക്കൂ. അല്ല, ഇപ്പൊ എന്നോട് സംസാരിച്ചിരുന്നു ദേവേട്ട. അതുകൊണ്ട് ഞാനിപ്പോ അങ്ങോട്ട് ഓടി വന്നത്. എങ്കിൽ ശരി, സംസാരിച്ചൊന്നും തന്നെ ഇരിക്കട്ടെ. പക്ഷേ കാരണമില്ലാതെ സംസാരിക്കില്ലല്ലോ. അതിന് തക്കതായ എന്തെങ്കിലും ആപത്ത് വരണമല്ലോ. നിനക്ക് അങ്ങനെ വല്ലതും തോന്നിയത് കൊണ്ടായിരിക്കും പറഞ്ഞത്. ഇപ്പൊ അത് നിന്റെ ഉള്ളിൽ നിന്ന് മാറിയത് കൊണ്ട് കുഞ്ഞാവ് സംസാരിക്കുന്നുമില്ല. ആയിരിക്കോ ദേവേട്ട? അതേടാ, നീ ചുമ്മാ ഓരോന്ന് ചിന്തിച്ചു കൂട്ടണ്ട. എന്റെ വൈദേഹി, നമുക്ക് നമ്മുടെ കുഞ്ഞാവ് കൂട്ടുള്ളപ്പോ നമ്മൾ എന്തിനു വെറുതെ പേടിക്കണം? നീ ധൈര്യമായിട്ടിരിക്കെ. അജയ, നിക്ക്. അമ്മയും ഇന്ദുമ്മയും പോണ്ടെന്നല്ലേ പറഞ്ഞ? എന്നാ പിന്നെ പോണ്ട. വല്ലതും സംഭവിക്കുന്ന പേടിച്ച് എത്ര നാളാന്ന് വെച്ചാ വീട്ടിൽ തന്നെ ഇരിക്കുക. ഒത്തിരി നാള് വരെയൊന്നും വേണ്ടല്ലോ. ഇപ്പോഴല്ലേ അവര് പറഞ്ഞ. അതുകൊണ്ട് ഇപ്പൊ പോണ്ട. അല്ലെങ്കിൽ നമ്മൾ തിരിച്ചെത്തുന്നവരെ അവർക്ക് രണ്ടുപേർക്കും വല്ലാത്ത ടെൻഷനാവും. എന്നാ ശരി, പോകട്ടെങ്കിൽ വേണ്ട, നടക്ക. അജയ, ആ ബലൂൺ വൈദേഹിയും ദേവനും സൂക്ഷിച്ചു വെച്ചിരുന്ന ബലൂണല്ലേ? അതെങ്ങനെ ഇവിടെ വന്ന്? അവരുടെ പ്രണയത്തിന്റെ ഓർമ്മയായത്. പക്ഷെ നമ്മുടെ പ്രണയത്തിന് ഇങ്ങനെയൊന്നും ഇല്ല അല്ലേ? എന്തുകൊണ്ടില്ല? അജയന്റെ മുമ്പിൽ തന്നെ നിൽപ്പില്ലേ? അത് ശരിയാ. എന്റെ പഴയ ഓർമ്മലെ ഒരു നല്ല ഭാര്യയായി വീണ്ടും എനിക്ക് തിരിച്ചു കിട്ടിയതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം. അത്രയുള്ളോ? എന്നെക്കാളും വലിയ ഒരു ഭാഗ്യവും ഇല്ലെന്ന? ഏയ് ഇല്ല, നിന്നെക്കാളും വലുതായിട്ട് എനിക്ക് ഈ ലോകത്തൊന്നും തന്നെ ഇല്ല. ഉണ്ടെങ്കിലോ? എന്താ? അജയനും ഊർമിളയ്ക്കും ഇടയിലുള്ള ഈ സ്നേഹം, എല്ലാത്തിനേക്കാളും അതല്ലേ നമുക്ക് രണ്ടുപേർക്കും കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം. പഴയ സ്നേഹമായിരിക്കും നമ്മളെ തമ്മിൽ വീണ്ടും ഒന്നിപ്പിച്ചത്. ആ ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അജയ! ഇവര് വീണ ശബ്ദമാണോ അങ്ങ് കേട്ടത്? ഇത്രയും നാളെ നിന്റെ പുറകെ നടന്നിട്ട് ഒരു ദിവസമെങ്കിലും എന്റെ മേത്തോട്ട് വീണോ നീ? ആ, ഭർത്താവ് തന്നെ.
അജയേട്ടാ എടുത്തി എഴുന്നേൽക്കേട്ടാ. എടുത്തി എന്തു പറ്റി? എന്ത് പറ്റി എടുത്തി? എങ്ങനെ ഇങ്ങനെ വീണേ? അറിയാതെ വീണതാണെങ്കിലും അതിലെ റൊമാൻസ് ഇവര് മനസ്സിലാക്കുന്നില്ലല്ലോ. എന്ത് പറ്റിയതാ മോളെ? ഞങ്ങൾ ഇവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കായിരുന്നു. പെട്ടെന്ന് മോളിൽ നിന്നൊരു ചെടിച്ചട്ടി താഴേക്ക് വീണു. ചെടിച്ചട്ടി വീണത് എങ്ങനെയാ മോള്? അറിയില്ല അമ്മേ. ഞാനിപ്പോ മേളിലേക്ക് നോക്കിയില്ലായിരുന്നെങ്കിൽ അജയന്റെ തലയിൽ വീണേനെ. എത്ര കാലങ്ങളായിട്ട് അവിടെ വെച്ചിരുന്ന ചെടിച്ചട്ടി അത് കാറ്റത്ത് വീഴാൻ സാധ്യതയില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് കഷ്ടകാലമാണെങ്കിൽ പാറക്കല്ലാണെങ്കിൽ പോലും കാറ്റത്ത് പറന്ന് താഴെ വീഴും. ഇത്രയും നേരവും ദേവേട്ടൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്റെ മനസ്സിലൊരു വല്ലായ്മ തോന്നിയിട്ടാ ഞാൻ ദേവേട്ടനെ അകത്തോട്ട് കൊണ്ടുപോയത്. അതിനുശേഷമായിരിക്കും ചേച്ചി ഇങ്ങോട്ട് വന്നത്. ചേച്ചി കൃത്യസമയത്ത് അത് കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലായിരുന്നെങ്കിൽ എന്താവാൻ, അജയന്റെ കഥ അതോടെ കഴിഞ്ഞു. സുഹാസിനി, അതിനിപ്പോ ഞാനെന്ത് പറഞ്ഞിട്ടാ? ഈ ചട്ടിയും മണ്ണും കൂടി അത്രയും മേളിന്ന് തലയിലേക്ക് വീണ തല പൊട്ടി ചെതറില്ലേ? അതാ ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ മോനോട് കാണിച്ച ചതിക്ക് നിന്റെ ഭർത്താവിന്റെ തലയും പോണം, നീ അവന്റെ വിധവയായിട്ട് ജീവിക്കാൻ വേണം. ഊർമിളേ, നീ രക്ഷപ്പെട്ട് കളഞ്ഞല്ലോ. ആ ശാപത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാനായിരിക്കും ഇങ്ങനെ ഓരോ സൂചനകൾ തരുന്നേ. ഇതിനാരെയും കുറ്റം പറയേണ്ട കാര്യമില്ല. ഇന്ന് അവരുടെ ഭാഗ്യം കൊണ്ട് അജയൻ രക്ഷപ്പെട്ടെ. ആ ആഭരണങ്ങൾ കണ്ടെത്തി ശാപവിമോചനം കിട്ടുന്നവരെ ഇങ്ങനെ പലതും സംഭവിച്ചെന്നിരിക്കും. അത് സത്യം അമ്മേ. കാണാതായ ആഭരണങ്ങള് എങ്ങനെ കണ്ടെടുക്കുക? ഏത് ആപത്ത് എവിടെ നിന്ന് വരുമെന്നറിയാതെ എപ്പോഴും ഇങ്ങനെ നെഞ്ചിടിപ്പോട് കൂടി എങ്ങനെ ജീവിക്കും അമ്മേ? ആഭരണങ്ങൾ കൈ കിട്ടാറായപ്പോ ഏതിലെ പോയാണാവോ? അതെവിടെയാണെന്ന് അറിയാവുന്നവരാണെങ്കിൽ ആർക്കെന്ത് സംഭവിച്ച എനിക്കെന്താ എന്നും പറഞ്ഞു മിണ്ടാതിരിക്കല്ലേ. എന്താ കുത്തുവാക്കള് വീണ്ടും ഞങ്ങളുടെ നേരെയാണല്ലോ. എന്താ നിന്റെ ഉദ്ദേശം? ഞാൻ എന്തുദ്ദേശിക്കാനാ ചെറിയമ്മേ? ഈ കുടുംബത്തിലെ അംഗങ്ങളാണെന്നുള്ള ചിന്തയുണ്ടായിരുന്നെങ്കിൽ അപകടങ്ങൾ നിങ്ങൾക്കുണ്ടാവും എന്നുള്ള പേടിയുണ്ടായനെ. അന്ന് കാണാതായ സ്വർണ്ണാഭരണങ്ങളെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ പുറത്ത് പറയുകയും ചെയ്തേനെ. ഇതെന്താ ഇപ്പൊ ഞങ്ങളുടെ നേരെ? ഞങ്ങൾക്ക് അറിയാമെങ്കിലല്ലേ എന്തെങ്കിലും പറയാൻ പറ്റൂ. അറിയാം, പക്ഷേ അറിയില്ല എന്ന ഭാവം അഭിനയിച്ചുകൊണ്ടിരിക്കുക. അതൊരു ശാപമായി ഇപ്പോഴീ കുടുംബത്തെ വേട്ടയാടുക. നിങ്ങൾ ഈ വീട്ടിലെ അംഗങ്ങളാണെന്ന് മറക്കണ്ട. ആ ശാപം ഞങ്ങളെ ഒന്നും ചെയ്യില്ല വൈദേഹി. അല്ല, നിന്റെ കുഞ്ഞ് മഹാദേവന്റെ വരദാനമല്ലേ? എന്നാ പിന്നെ അതിനങ്ങ് രക്ഷിച്ചാ പോരെ? ഞങ്ങളെ രക്ഷിക്കാൻ ആരും വരണമെന്നില്ല. ആ ശാപം ഞങ്ങളെ ഒന്നും ചെയ്യേയില്ല. അതിന് കാരണമുണ്ട്. ഈ നിൽക്കുന്ന ഒരാള് പോലും ഇതുവരെ നമ്മൾ ഇവിടുത്തെ അംഗങ്ങളായി കണ്ടിട്ടില്ല. നമ്മൾ വെറും ഇത്തിൽ കണ്ണികളല്ലേ. ജയിക്കാൻ വേണ്ടി ഓരോന്നും പറയണ്ട സുഹാസിനി. നമ്മുടെ എല്ലാവരുടെയും ജീവന് അപകടം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഇത്. വംശം അറ്റുപോകുന്ന ഒരു അപകടം. ആ പൊന്ന് എവിടാന്ന് വെച്ചാ ഒന്ന് പറഞ്ഞതാ. എത്ര ചോദിച്ചാലും അവര് പറയില്ല എന്തോ അമ്മേ. പക്ഷെ എനിക്ക് ഒരു കാര്യം മാത്രം അറിയാം. അതെന്താ ഊർമിളെ? അത് അച്ഛൻ ഉറപ്പായിട്ടും അതെവിടെയാണെന്ന് അച്ഛൻ അറിയായിരുന്നു. ഇവളും നമ്മുടെ കഴുത്തിലാ കത്തി വെച്ചേക്കുന്നേ. എന്തായാലും നനഞ്ഞു, ഇനി കുളിച്ചിട്ട് കയറാം. എന്താ നീ പറയുന്നത് ഊർമിളെ? ദാസൻ ആ പൊന്നിന്റെ കാര്യം അറിയായിരുന്നോ? അതേ എന്തോ അമ്മേ. അച്ഛൻ മരിച്ച ആ ദിവസം ഈ പൊന്നിന്റെ കാര്യത്തെക്കുറിച്ച് ദേവനോട് ഫോണിൽ എന്തോ പറയാനാഞ്ഞതാ. പക്ഷെ അപ്പോഴത്തേക്കും അച്ഛൻ മരണപ്പെടുകയും ചെയ്തു. അച്ഛന്റെ മരണം ഇപ്പോഴും മിസ്റ്ററിയായി തുടരുകയല്ലേ. അവസാന നിമിഷം എന്താ സംഭവിച്ചെന്നോ അച്ഛന് മാത്രമേ അറിയൂ. അത് ശരിയായിരിക്കും ഊർമിളെ. പക്ഷെ ഇനി അത് പറഞ്ഞിട്ട് എന്ത് കാര്യം? അവനത് പറയാനാവില്ലല്ലോ. അങ്ങനെ തീർത്തു പറയണ്ട. അച്ഛൻ നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോ ജീവനോടെ ഇല്ലെന്ന് മാത്രമല്ലേ ഉള്ളൂ. എന്നാലും ആത്മാവിന്റെ രൂപത്തിൽ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്തോ അമ്മേ. ആത്മാവായിട്ട് നടപ്പുണ്ടെന്നോ? നീ എന്താ മോളി പറയുന്നത്? സത്യമാണമ്മേ.
അച്ഛന്റെ ആത്മാവ് നമ്മുടെ കൂടെ ഇവിടെ തന്നെയുണ്ട്. ഇതിനു മുൻപ് ഇവരോടൊപ്പം ചേർന്ന് ഞാൻ തെറ്റ് ചെയ്ത് കൂട്ടിയപ്പോഴെല്ലാം എന്നെ ശിക്ഷിച്ചതും താക്കീത് ചെയ്തതും എല്ലാം അച്ഛനായിരുന്നു. ഞങ്ങളെല്ലാവരും തൂക്കുകയറി കഴുത്തിൽ ചുറ്റാനും അടുക്കളയിൽ വെച്ച് വരുണിന് വഴുതനങ്ങ ബോംബ് പൊട്ടാനും ഞങ്ങളെല്ലാരും ഭ്രാന്തരെ പോലെ പെരുമാറാനും എല്ലാത്തിനും കാരണം അച്ഛന്റെ ആത്മാവായിരുന്നു.